ഞാൻ കളിയാക്കിയത് വിഷമായെന്നും പറഞ്ഞ് ചാച്ചൻ ഞാനോട്ട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെളിയിൽ പോയി ഫുഡ് കഴിച്ച് പിണക്കം തീർക്കാൻ വേണ്ടി ഞാൻ പോയി കുളിച്ച് വന്നു. അങ്ങനെ ഡ്രസ്സ് ഏതാണെന്ന് ഞാൻ ചാച്ചനോട് ഇപ്പോൾ ചോദിക്കാൻ നിൽക്കുകയാണ്. ചാച്ചാ ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? പിണങ്ങാൻ പിന്നെ നോക്കത്തൂല്ല, സംസാരിക്കത്തൂല്ല, തൊട്ട് കാണിക്കത്തേ ഉള്ളൂ. ഈ ദേഷ്യത്തിലും ചാച്ചൻ കേൾക്കുന്നത് എന്താണെന്നറിയാവോ? അങ്ങനെ ഞാൻ കുപ്പായൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി വെറൈറ്റി ആയിട്ട് ഞാൻ എപ്പോഴും കെട്ടുന്ന പോലെ ഹെയർ സ്റ്റൈൽ അങ്ങ് കെട്ടി. അപ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ച് ഗൈസ്, എനിക്ക് കഷണ്ടിയായി. ഇനി ഈ വിഷമത്തിൽ പോയി എന്തെങ്കിലും കാര്യമായിട്ട് തിന്നണം. അപ്പം ഞാൻ ചിന്തിച്ചു എന്തായാലും നേരത്തെ കെട്ടിയത് നന്നായില്ലെങ്കിൽ ഈ കഷണ്ടീനൊക്കെ ആര് കെട്ടിയേനെ. ഹെൽമെറ്റ് ചാച്ചനെ എനിക്ക് വെച്ച് തരുമെന്ന് വിചാരിച്ചാൽ ഞാൻ ചമ്മിപ്പോയി ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അങ്ങോട്ട് ഒത്തില്ല. എപ്പോൾ പിണക്കായാലും ഞാനും ചാച്ചനും 50 മീറ്റർ വ്യത്യാസത്തിലാണ് ഒരു സ്കൂട്ടറിൽ നിന്ന് പോവുക. താണ്ടർ അപ്പോൾ പോകുന്ന വഴി നോക്കുമ്പോൾ ഒരു പട്ടി, അവർ ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്ത് അമ്മായിപ്പനാന്ന് തോന്നുന്നു. കുടുംബ വഴക്കാണ്, പക്ഷെ പുള്ളി ഇടപെടുന്നില്ല, നല്ല രീതി വഴക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മനുഷ്യജാതി വർഗ്ഗ വ്യത്യാസ വഴക്ക് ദിനമായി അടുത്ത വർഷം ഇതേ ദിവസത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ തന്നെ. അങ്ങനെ ചാച്ചൻ വന്നു. വീണ്ടും 50 മീറ്റർ വ്യത്യാസത്തിൽ യാത്ര തിരിച്ചു. ഒരു കൈയെങ്കിലും തരാവോ? ഒരു കൈ ചോദിച്ചപ്പോൾ താണ്ട്ര ഒരു വിരലെടുത്ത് നീട്ടി വെച്ചിരിക്കുന്നു. പിന്നെ ഞാൻ അതേ തന്നെ കയറി പിടിച്ചു. എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും ഈ പിണക്കം മാറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ക്ഷീണവും. അപ്പൊ താണ്ട്ര ചാച്ചൻ അവിടെ ഇവിടെയൊക്കെ ചൊറിയുന്നു. അപ്പൊ തന്നെ ഞാൻ ചാച്ചൻ അനുയോജ്യമാര് പേരിട്ടു, ചൊറിയനെന്ന്. അങ്ങനെ ചൊറിഞ്ഞും ചേരിന് റെസ്റ്റോറന്റ് എത്തി. അപ്പൊ ചാച്ചൻ താണ്ട്ര ഒരു ഗ്ലാസ് വെള്ളം നീട്ടി തന്നത് സ്നേഹം കൊണ്ടാണോ അതോ ഇനി ആഹാരം എന്റെ കുരവള്ളി കയറുന്ന ഡാൻസ് കളിക്കാതിരിക്കാനാണോ എന്നുള്ള സംശയത്തിൽ ഞാൻ ഈ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബേസ് വന്നു, അതിന്റെ പുറകെ ഫുഡും വന്നു. അപ്പൊ ഇവനെ നോക്ക്, വീഡിയോയിൽ വരില്ല ഒന്നും അവന്റെ നാണം കണ്ടോണ്ടിരുന്ന എനിക്ക് അകത്തോട്ടൊന്നും പോത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഫുഡ് എടുത്ത് പ്ലേറ്റിലിട്ടു. ചാച്ചനാണ് ഇട്ടൂല. അതുകൊണ്ട് ചാച്ചനെ ഇംപ്രസ് ചെയ്യാൻ ഒരു ബീഫിന്റെ കഷ്ടം എടുത്തപ്പോൾ അത് ഒത്തില്ല ഗൈസ്. ചാച്ചന് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി എങ്ങനെ ചാച്ചന് കൊതു കിട്ടി ചാവണ്ടെന്ന് വിചാരിച്ച് എനിക്ക് അതിൽ നിന്ന് ഒരു വലിയ സ്റ്റീക്കിന്റെ കഷ്ണം ഞാൻ തന്നെ എടുത്ത് എനിക്ക് ഇട്ട് തന്നു. ഫോർക്ക് വെച്ച് കഴിക്കുമ്പോൾ കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നൊന്നും എൻ്റെ അകത്തോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഫോർക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ദേശീയമായി എൻ്റെ കൈ തന്നെ എടുത്ത് ഞാൻ വാരി കഴിക്കാൻ തുടങ്ങി. നമ്മളെപ്പോൾ ഇവിടെ കഴിക്കാൻ വന്നാലും നമ്മുടെ വ്ളോഗൊക്കെ ഇവർ കാണുന്നുണ്ട്. പിള്ളേരൊക്കെ എപ്പോഴും നമ്മുടെ അടുത്ത് വരും. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ മുട്ടയ്ക്ക് വില കുറവാണെന്ന് തോന്നുന്നു. വലിയൊരു ആന മുട്ടയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അവനോട് ചോദിക്കുകയാണ്, ഇതെന്താ മുട്ടയ്ക്ക് വില കുറവായതുകൊണ്ടാണോ അതോ മുതലാളിക്ക് മുട്ട ഫാം ആയതുകൊണ്ടാണ് ഫ്രൈഡ് റൈസിൻ്റെ അത് ഇത്രയും വലിയ മുട്ടയെന്ന്. അപ്പോഴാണ് ടിസ്റ്റ്, ഞാൻ കഴിച്ച കോഴി എന്തോ കല്ല് വിഴുങ്ങിയിട്ട് അത് മുട്ടയ്ക്കകത്തോടെ കിട്ടിയെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ താണ്ട്ര കമ്പി ഇളകി വന്നിരിക്കുന്നു. ഇത് ഞാനിപ്പോൾ ചാച്ചനോട് പറഞ്ഞാൽ ചാച്ചൻ്റെ ബാക്കി സ്റ്റേക്ക് ഒന്നും എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു പാത്രം എടുത്ത് നീക്കി വെച്ചിട്ട് ചാച്ചൻ്റെ ശ്രദ്ധ പറ്റുന്നില്ല മനസ്സിലായപ്പോൾ പിന്നെ ഒന്നും അറിയാത്ത പോലെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ അവന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തൊക്കെയോ കോമഡികൾ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, കമ്പി ഇളകിയോണ്ടായിരിക്കും മനസ്സിന് വല്ലാതെ ഒരു ബേസ് ഹാർഡായതുപോലൊരു ഫീൽ. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് തരുന്നുണ്ടായിരുന്നു. ഒരു വഴക്ക് മാറിയപ്പോൾ അടുത്ത വഴക്കിനുള്ള കാരണമായി. അതിന് എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടാണ് ഈ ആഹാരം കഴിച്ച് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താണ്ട്ര അടുത്ത ടിസ്റ്റ്, വഴക്ക് മാറിയോണ്ട് ആ സ്നേഹത്തിൽ പിന്നെയും ചാച്ചൻ എൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് തരുകയാണ്. വേണ്ട ചാച്ചൻ ഞാൻ എങ്ങനെയാ പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്പൂണിന്റെ സൈഡിൽ കിടന്ന് കമ്പി കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്പൂൺ വെച്ച് മറിച്ച് വെച്ചിട്ട് ചാച്ച നോക്കുന്നില്ല. നോക്കിയപ്പോൾ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. ഉമ്മാരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തൊക്കെയോ കോമഡികളൊക്കെ അടിച്ച് പോകുന്നുണ്ട്. ചാച്ചൻ്റെ അടുത്ത് കളത്തറൊന്നും കാണിക്കാത്തതുകൊണ്ട് ഇത് എനിക്ക് അധികം നേരം ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടിഷ്യൂ എടുത്ത് പോയി വെച്ചിട്ട് ചാച്ചൻ്റെ തന്നെ കൊണ്ട് കൊടുക്കാം. ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇനി നാളെ കൊണ്ട് ഇത് വെൽഡ് ചെയ്യേ, ഇനി ഇത് മുറുക്കാൻ നിൽക്കണ്ടെന്ന്. പോയ വഴി മഴ, ഞാനാണ് ആദ്യം റെയിൻകോട്ട് ഇട്ടത്. അതിന്റെ അഹങ്കാരമാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. വീട്ടിൽ പോകാം, ഇല്ലെങ്കിൽ അമ്മ കേട്ടൂടാ.